അതിനകത്ത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഈ ലഹരിക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് ലൈംഗികത സമൂഹത്തിൽ വളരെയധികം കൂടി വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. കുട്ടികൾക്കിടയിൽ പോലും റീൽസ് ഉൾപ്പെടെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ ശക്തമായി പറയുന്നു ഇൻസ്റ്റഗ്രാം റീൽസുകൾ നിരോധിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ പാവം കുട്ടികൾ വഴിതെറ്റി പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം പലരുടെയും കൈകളിൽ മൊബൈൽ ഫോണാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും. ഈ കുട്ടികൾ സ്കൂളിൽ പോയാലും പോയില്ലെങ്കിലും മൊബൈൽ ഫോണിലെ റീൽസിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് കുറേ സ്ത്രീകൾ മെമ്പിള്ളേരും വന്നിരുന്ന് തുള്ളിച്ചാടിയും ചാടിത്തുള്ളിയൊക്കെ കളിച്ചും പലതും കാണിച്ചും പല കോപ്രായങ്ങൾ. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെത് റീൽസിൽ കാണിക്കുന്നത് വിരുദ്ധമായിട്ടുള്ള ആഹാരം ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. ആ ഓരോ മദ്യം എടുക്കുക, അതിനകത്തോട്ട് ആൽക്കഹോളാണ് മദ്യം എന്ന് പറയുന്നത്, അതിനകത്തേക്ക് ഓറഞ്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ ആസിഡായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ആൽക്കഹോളും ആസിഡും കൂടെ മിക്സ് ചെയ്ത് ആൾഡിഹൈഡ്, ഇതൊന്നും ഈ പാവം കുട്ടികൾക്കറിയില്ല. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രസകരമായ പ്രലോഭനങ്ങൾ കാണിച്ചുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം കാഴ്ചവെച്ചുകൊണ്ട് കുറച്ച് മീഡിയക്കാർ, നിങ്ങളൊന്നുമല്ല, നല്ല മീഡിയക്കാർ ധാർമ്മികമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കുട്ടികളെയും വ്യക്തികളെയും തെറ്റിദ്ധരിപ്പിച്ചു. അതുപോലെ തന്നെ ചില ചർച്ചക്കാർ വന്നിരുന്നുകൊണ്ട് പറയും കുട്ടികളെ ഇഷ്ടം പോലെ ലൈംഗികത വിട്ടോളൂ, അല്ലെങ്കിൽ മാസ്റ്റർബേഷന് വിട്ടോളൂ, അല്ലെങ്കിൽ അവർ കുടിച്ചോട്ടെ, അവർ കളിച്ചോട്ടെ, അവർ അഴിച്ചു വിട്ടോളൂ. ഇങ്ങനെ പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണക്ക് ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികളായി മാറുന്നു. നിയന്ത്രണമില്ലെങ്കിൽ ആർക്കും അപകടം പറ്റും. BMW കാറിലാണ്, ഏത് കാറിലാണെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡെന്ന് പറയുന്നത് 200 കിലോമീറ്റർ 250 കിലോമീറ്റർ ഉണ്ട്. ആ ലെവലിൽ നമ്മുടെ റോഡിൽ വിടാൻ പറ്റുമോ? 80-100 കിലോമീറ്റർ അതിനപ്പുറത്തോട്ട് പോകാൻ വെച്ചേക്കുന്ന ബോർഡിനപ്പുറത്തേക്കാണ് പോകണമെങ്കിൽ ഫൈൻ അടിച്ച് തരും. എന്തിനാണ് ഈ ഫൈൻ അടിച്ച് തരുന്നത്? സ്വന്തം ജീവിതം രക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊരു നിയന്ത്രണം വേണം. അപ്പോൾ കുട്ടികൾ നിയന്ത്രണം പാലിച്ചേ പറ്റൂ, എന്നാലേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ 5 പഠിക്കുന്ന കുട്ടി, 6 പഠിക്കുന്ന കുട്ടി ഹൈസ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് ബേസ് ഇല്ലാതെ പോവും. ഹൈസ്കൂളിൽ ബേസ് ഇല്ലാതെ +2 പോവും. എന്നിട്ട് പഠിക്കാത്ത കുട്ടി എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രിൻസിപ്പലിനോട് കയർത്തു എന്ന് പറഞ്ഞ് കുറേ പേര് അതിന് കുറ്റം പറഞ്ഞു. പക്ഷേ ആ കുട്ടികളെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ജീവിത സാഹചര്യം, ആ കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ, ഇതെല്ലാം നമ്മൾ പോയി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ആ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എന്തായാലും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു മോശമായ കുട്ടി വരുന്നില്ല. എല്ലാ കുട്ടികളും നല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പുതുതലമുറയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ആ മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കുറയുന്നു. അതാണ് കലിയുഗത്തിൻ്റെ പ്രഭാവം. അപ്പം ഞാൻ പരിശീലനങ്ങളിലൂടെ എന്നെ നിയന്ത്രിക്കാൻ ശീലിച്ചതും, രണ്ടാമത് എനിക്കിപ്പോൾ കണ്ടകശനിയാണ്. കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ മാർച്ച് തീരും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ വിശ്വാസിയായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി നല്ലത് വേണ്ടി പറയുന്ന പോലും തെറ്റിദ്ധരിപ്പിച്ച് കള്ളമാക്കി അല്ലെങ്കിൽ മോശമാക്കി മാറ്റും എന്ന്. അപ്പോൾ ഈ പ്രമുഖ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്ത പരിശീലനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കയറി വരുമ്പോൾ പ്രമുഖ ചാനലുകാരൻ എന്നോട് ചോദിക്കുന്നു, ചേട്ടനൊരു കല്യാണം കഴിച്ചു, ചേട്ടൻ്റെ ജീനുകളൊക്കെ ഇപ്പോൾ ഏറ്റവും നല്ലതാണല്ലോ, നല്ല നിലയിലുള്ള ജീനുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുമ്പോൾ ചേട്ടനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉയർന്ന ഗുണമുള്ള അല്ലെങ്കിൽ ഗുണനിലവാരം കൂടിയ മക്കളൊക്കെ ജനിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ചതാണ്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാനത് ശ്രമിച്ചു. ഇപ്പം ഞാനൊരു ഞാൻ മിഡിൽ ഏജ്ഡാണ്, അല്ലെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അത് എൻ്റെ തലമുടി നരച്ചു പോയതാണോ പ്രോബ്ലം? എൻ്റെ താടിയും മുടിയും നരച്ചതാണോ പ്രോബ്ലം? ഇന്ന് പല കുട്ടികൾക്കും താടിയും മുടിയും നരച്ചിട്ടുണ്ട്, മുടി, അപ്പോൾ അവർക്കൊന്നും ഇനി ജീവിതമില്ലേ? തമിഴിൽ നിന്നൊക്കെ നോക്കി അജിത്ത് തലമുടി നരച്ചതല്ലേ? അപ്പോൾ ഞാൻ മലയാളിയായിപ്പോയതാണോ ഈ പ്രോബ്ലം? ഞാൻ 50s നിൽക്കുന്ന ആളാണ്, അല്ല ഞാൻ 60s. ലാലേട്ടനൊക്കെ 60siലാണ് നിൽക്കുന്നത്, മമ്മൂക്കയൊക്കെ 70siലാണ് നിൽക്കുന്നത്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന അമിതാഭ് ബച്ചൻ സാറൊക്കെ 80s റേഞ്ചിലും അതിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ എത്താൻ ഇനിയും 10, 20, 30 വർഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ പരിശീലനങ്ങളിലും ദൈവത്തെ അറിയാനുള്ള വഴികളും തുറന്നുകൊണ്ട് എൻ്റെ 30s തന്നെ ഞാൻ ആധ്യാത്മിക പരിശീലനം നടത്തി. ഇനിയൊരു ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോയി അവിടെ പരിശീലനം ശ്രദ്ധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പല വഴികളിലും നോക്കി. എന്നിട്ടാണ് ഞാൻ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ധ്യാനവും യോഗയൊക്കെ പഠിക്കാൻ തുടങ്ങി. ഏതെങ്കിലുമൊക്കെ നമ്മൾ കൂടെ വേണം. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോഴേ ഞാൻ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. 26 വർഷം ഞാൻ കോളേജിൽ പഠിച്ചതാണ്.